പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ റജബ് മാസം. ആ റജബ് മാസം ഏകദേശം ഒരാഴ്ച പിന്നിടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സ്വർഗത്തിൽ സ്വഹാബിമാരോടൊപ്പം ഒരുമിച്ച് ചേരാൻ? സ്വഹാബിമാരോടൊപ്പം ഒരുമിച്ച് ചേരുമ്പോൾ ഏതായാലും മുത്ത് റസൂൽ അവിടെ ഉണ്ടാകും. അപ്പം നബിതങ്ങളോടൊപ്പം സ്വഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി കഴിയാൻ ഒരു 4 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 4 കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായി നമുക്കൊന്ന് കേൾക്കാം. റജബ് മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയമുണ്ട്. ഉസ്താദേ, റജബ് മാസത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഈ റജബ് മാസത്തിലെ നോമ്പ് ഞങ്ങൾക്ക് ഖളാ വീട്ടാൻ പറ്റുമോ? റജബ് മാസത്തിലെ നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? അങ്ങനെ പലരും പല ഇതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ റജബ് മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് പിടിച്ചാൽ 600 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ കേട്ടല്ലോ, അതൊക്കെ സത്യമാണോ എന്ന് പലരും ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു നോമ്പ് പിടിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ത്? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നാളെ വ്യാഴാഴ്ച ദിനമാണ്. നാളെ നോമ്പ് പിടിക്കുന്നവർക്ക് പ്രത്യേകം ഇൻഷാ അല്ലാ ഒരു 3 നിയ്യത്ത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നു. അത് കേൾക്കാൻ മറന്നു പോവണ്ട. ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ. 4 കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ ചോദിക്കുന്ന ദുആയാണ്. അതായത് ഖൈറിനെ തേടിയുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്ന ദുആകളിൽ പെട്ട ഒരു ദുആയാണ് 4 കാര്യത്തെ തൊട്ടുള്ള കാവൽ. ഇൻഷാ അല്ലാഹ് ആ ദുആയും അതിൻ്റെ അർത്ഥവുമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ അമൽ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ സ്വഹാബിമാരോടൊപ്പം ഒരുമിച്ച് ചേർക്കട്ടെ. അതിന് ഉപോത്ബലകമാകുന്ന 4 കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു. അവസാനം വരെ കാണാൻ മറക്കരുതേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ പരിപാവനമായ ഈ റജബ് മാസത്തിൻ്റെ സുന്ദരമായ ഈ ദിനത്തിൽ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി ഒരുമിച്ച് ചേരാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഈ റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും അവസരം തരുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും പറ്റിയിട്ടുള്ള എല്ലാ പാപങ്ങളുമൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മളെല്ലാവരെയും അല്ലാഹു തആല സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിലെ പ്രത്യേകമായ ആ ബറക്കത്തിനെ ചോദിച്ചിട്ടുള്ള ദുആ ഒരു 3 വട്ടം പറയാം ഇൻഷാ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, പഠിച്ചവൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ആദ്യം തന്നെ ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എമ്പാടും പറഞ്ഞിരുന്ന നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈറായ കാര്യങ്ങൾ തുറന്നു കിട്ടാൻ നബിതങ്ങൾ ചെയ്തിരുന്ന ദുആകളിൽ ഒരു ദുആയാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. റജബ് മാസം അത് ഷഹ്റു ദുആ അധികരിപ്പിക്കേണ്ട മാസമാണ്. നമുക്കൊരുപാട് ദുആ അറിയാം അല്ലേ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ നമുക്കറിയാം. അതുപോലെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا اللهم إني أسألك الهدى والتقى والعفاف والغنى يا رب العالمين. എത്രയോ ദുആകൾ നമുക്കറിയാം. ആ കൂട്ടത്തിൽ ഒരു ദുആ കൂടി ഞാൻ പറഞ്ഞു തരാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയ ദുആയാണ്. ഏതാണ് ആ ദുആ
എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ ദുആ 4 കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഈ ദുആയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, നമ്മളും ചോദിക്കേണ്ടത്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. കേൾക്കുമ്പോൾ ഭയങ്കര കട്ടിയുള്ള വാക്കുകളായിട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ കേട്ടിട്ട് മലയാളത്തിൽ തന്നെ എഴുതിക്കോ. ചില ആളുകൾക്ക് അറബി അങ്ങോട്ട് പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ദ്വാരക്കാം. ഒരിക്കലും വിശുദ്ധമായ ഖുർആനോ ഖുർആൻ ആയത്തുകളോ നമ്മൾ മലയാളത്തിൽ എഴുതരുത്. ഇതുപോലുള്ള ദുആകൾ, ദിക്റുകളൊക്കെ നമുക്ക് മലയാളത്തിൽ എഴുതിയാലും പറയാം. അപ്പോൾ ഈ ദുആ നമുക്കൊന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അർത്ഥം എന്താണ്? അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. 4 കാര്യമാണ് ചോദിക്കുന്നത്. മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട്. പ്രയോജനമില്ലാത്ത ഇൽമ്, അങ്ങനെ ഇൽമുണ്ടോ? അങ്ങനെയുണ്ട്. ഒരുപാട് കാര്യം പഠിക്കും, പക്ഷെ അതുകൊണ്ട് ദുനിയാവിൽ ഉപകാരമില്ല, ആഖിറത്തിൽ ഉപകാരമില്ല. ഇപ്പോൾ പല സ്കൂൾ ജീവിതത്തെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ലസാഗു, ഉസാഗ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അതില്ല. പക്ഷെ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നു, എന്തിനാണ്? പരീക്ഷയ്ക്ക് ജയിക്കാൻ, ബസ്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇത് സ്കൂൾ പഠനകാലം അല്ല, അതല്ലാതെ ഒഴിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് പ്രയോജനമില്ലാത്ത ഇൽമ് അത് നമുക്ക് വേണ്ട. നമുക്ക് കിട്ടുന്ന ഇൽമ് അത് പ്രയോജനമുള്ള അറിവാവണം, ഇൽമാവണം. അപ്പോൾ അതിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹുവേ പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട്, അറിവിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. പിന്നെയോ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹുവേ പടച്ചവനെ ഭക്തിയില്ലാത്ത, നിന്നെ പേടിയില്ലാത്ത ഹൃദയത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത് വളരെ പ്രധാനമാണ്. അള്ളാനെ പേടിയില്ല, അള്ളാനെ ഭയമില്ല, അങ്ങനെ ഒരു കൽബ് അതുണ്ടാവാൻ പാടില്ല. അള്ളാനെ പേടി ഉണ്ടാവണം, പടച്ചോനെ ഭയം ഉണ്ടാവണം, ഈമാനുള്ള ഹൃദയമായിരിക്കണം, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ഹൃദയമായിരിക്കണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലാഹുവേ ഭയഭക്തിയില്ലാത്ത കൽബിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. പിന്നെയോ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ, അല്ലാഹുവേ ഒരിക്കലും നിറയാത്ത മനസ്സ്, ഒരിക്കലും നിറയാത്ത മനസ്സ്. എത്ര പൈസ കിട്ടിയാലും മതിയാവൂല, എത്ര വീട് കിട്ടിയാലും, വീട് 1 ഉണ്ട് 2 ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷെ മതിയാവൂല. എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും മതിയാവൂല. ഒന്നും മതിയാവുക, ഇനിയും വേണം. ആർത്തി ഉണ്ടാവുക, അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ വമിൻ നഫ്സിൻ ലാ തശ്ബഅ, അല്ലാഹുവേ ഒരിക്കലും നിറയാത്ത മനസ്സ് അതൊന്നും തരരുതേ അല്ലാ. അല്ലേ, നമുക്ക് ചിലപ്പോൾ എല്ലാ സമയത്തും എല്ലാം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില സമയത്ത് ഭക്ഷണമാണെങ്കിലും കുറച്ചേ കിട്ടുള്ളൂ, വെള്ളമാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ, ചിലപ്പോൾ വസ്ത്രം ചിലപ്പോൾ പരിമിതമായി പോവാം, ചിലപ്പോൾ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞു പോവാം. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി അതിലൂടെ നമ്മൾ സഞ്ചരിക്കണം. പക്ഷേ ചില ആളുകൾക്കുണ്ട്, അവർക്കൊന്നും പിടിച്ചാൽ കിട്ടൂല, അവർക്ക് എപ്പോഴും ഒരേപോലെ വേണം, അത് നമുക്ക് ഉണ്ടാവില്ല. അള്ളാഹു അങ്ങനെയാണ് ദുനിയാവിൽ തർത്തീബാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ ചെയ്യണം. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും നിറയാത്ത മനസ്സിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. പിന്നെയോ 4-മതായി ചോദിക്കുന്നത് വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, അല്ലാഹുവേ ഉത്തരം കിട്ടാത്ത ദുആ. ഒരുപാട് ദ്വാരക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നൊരു ഉത്തരം കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അപ്പൊ 4 കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها.
അപ്പോൾ ഈ ദുആ മറന്നു പോകരുതേ. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചു. ഇനി 4 കാര്യങ്ങൾ നമുക്ക് വേണം, പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ. ഒന്നാമത്തേത് റജബ് മാസത്തിലുള്ള നോമ്പാണ്. പലരും ചോദിച്ചു, ഉസ്താദ് ഈ റജബ് മാസത്തിൽ എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്? ഇപ്പോൾ പരിശുദ്ധമായ റജബ് മാസം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളമായി. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ നോമ്പ് പിടിക്കാം? ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, നല്ല ആരോഗ്യം, നല്ല മനസ്സിന് കൂവത്തുള്ള മനുഷ്യനാണെങ്കിൽ അവനിക്ക് റജബ് 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പും പിടിച്ചാൽ പുണ്യമുണ്ട്. ചില ആളുകൾക്കുണ്ടാകും നോമ്പ് ഇപ്പോൾ പിടിച്ചാൽ കഴിഞ്ഞ മാസമൊക്കെ കൂടുതൽ നോമ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നോമ്പ് പിടിക്കുമ്പോൾ ചിലപ്പോൾ ശരീരം നമുക്ക് വലിയ ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പ് പിടിച്ചാലും മതി. റജബ് മാസത്തിൽ ഒരു നോമ്പ്, അതായത് റജബ് 27 ഒരൊറ്റ നോമ്പ് പിടിച്ചാൽ മതി, വലിയ പുണ്യമുണ്ട്, കൂലിയുണ്ട്. ചില ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് എന്താണ്, കുഴപ്പമില്ല ഉസ്താദ് ഞങ്ങൾ പിടിച്ചോളാം. അപ്പോൾ ഒന്നരാടം ഇന്ന് നോമ്പ് പിടിച്ചു, നാളെ ഇല്ല, മറ്റന്നാൾ പിടിച്ചു, അതിൻ്റെ പിറ്റേന്ന്, അങ്ങനെ വേണമെങ്കിൽ നോമ്പ് പിടിക്കാം. അല്ലെങ്കിൽ നാളെ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അപ്പോൾ നാളെ വ്യാഴാഴ്ച, നാളെ നോമ്പ് പിടിക്കാം. വ്യാഴാഴ്ച മാത്രം നോമ്പ് പിടിക്കാം. ഇനി വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാം. വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് പിടിക്കാം. അല്ലെങ്കിൽ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 നിന്നും ഒരു നോമ്പ്, 2ാമത്തെ 10 നിന്നും ഒരു നോമ്പ്, 3ാമത്തെ 10 നിന്നും ഒരു നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത സ്വഹാബിമാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 600 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമൊക്കെയാണ് ഈ റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്രതിഫലം ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ വയസ്സനാണ്, വൃദ്ധനാണ്, എനിക്ക് ഈ റജബ് മാസത്തിലെ മുഴുവൻ നോമ്പൊന്നും പിടിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പിടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ റജബ് മാസത്തിലെ നോമ്പിൻ്റെ എല്ലാ പ്രതിഫലം ഒട്ടും കുറയാതെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, റജബിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിന്നും ഒരു നോമ്പ്, ഏതെങ്കിലും ഒരു ദിവസം ഒരു നോമ്പ്, 2ാമത്തെ 10 ദിവസങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു നോമ്പ്, 3ാമത്തെ 10 ദിവസങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു, മൊത്തം 30 ദിവസത്തിൽ 3 നോമ്പ് മതി. ഒരു നോമ്പ് പിടിച്ചാൽ തന്നെ 30 ദിവസത്തെ പ്രതിഫലം കിട്ടുമെന്നും മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റജബ് മാസത്തിലെ നോമ്പ് ഇത് നമ്മൾ പിടിച്ചാൽ വലിയ പുണ്യമാണ്. ഒരു നോമ്പെങ്കിലും കുറഞ്ഞത് നമ്മൾ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഒരു മഖ്ബറ, ആ ഖബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞത്, സ്വഹാബ ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്നുണ്ട്, വിശുദ്ധ റജബ് മാസത്തിൽ നിന്നും ഒരു നോമ്പ് അവൻ പിടിച്ചിരുന്നെങ്കിൽ ആ ശിക്ഷയെ തൊട്ട് അവനിക്ക് കാവൽ കിട്ടുമായിരുന്നു എന്നാണ്. അപ്പോൾ ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷ കിട്ടും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാലെന്നാണ്. ഒരു ചരിത്രം പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രകാശം നോക്കുമ്പോൾ ഒരു വലിയ പർവ്വതം, ഒരു മലയുടെ മുകളിൽ നിന്നൊരു പ്രകാശം കാണുന്നുണ്ട്, വെട്ടം കാണുന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ ഉള്ളിലൊന്നും ഉള്ളതായിട്ട് അറിയില്ല, പക്ഷേ ഇങ്ങനെ ആ മല ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, പടച്ചോനെ ഇതെന്താണ്, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ തന്നെ അള്ളാഹു തആല ആ പർവ്വതത്തിന് ഈ ഈസാ നബിയോട് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു എന്നാണ്. അങ്ങനെ ആ പർവ്വതം ഈസാ നബിയോട് സംസാരിച്ചു. പർവ്വതം പറയുകയാണ്, എന്താണ് ഈസാ നബിയെ, അത്ഭുതമായോ? ഞാനിങ്ങനെ തിളങ്ങുന്നത് കണ്ട് നിങ്ങൾക്ക് അത്ഭുതമായോ? അപ്പോൾ ഈസാ നബി പറഞ്ഞു, അതെനിക്ക് അജബൻ, എനിക്ക് അത്ഭുതമുണ്ട്. എന്താണ് നീ ഇങ്ങനെ തിളങ്ങാനുള്ള കാരണം? ആ സമയത്ത് ആ പർവ്വതം പറഞ്ഞു, ഈസാ നബിയെ, എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആ ഇബാദത്തിൻ്റെ ആ ഒരു പ്രകാശമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചോദിച്ചു, നിൻ്റെ ഉള്ളിൽ, പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനോ? എനിക്ക് അയാളുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഉടൻ തന്നെ പർവ്വതം പിളർന്നു, ആ മനുഷ്യൻ പുറത്തേക്ക് വന്നു. ഒരു കാണാൻ അഴകുള്ള ശേലുള്ള ഒരു വൃദ്ധനായ ആളാണ്. അയാളിങ്ങനെ സംസാരിക്കുകയാണ്. അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഈസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ 600 വർഷമായി ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യുന്നു. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. എനിക്കൊരാഗ്രഹം, ഇനി വരാൻ പോകുന്ന അന്ത്യപ്രവാചകൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ പെടണം. ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹു എനിക്കതിന് അവസരം തന്നു. അപ്പോൾ ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലം, അത് ഈ പർവ്വതത്തിൻ്റെ ഉള്ളിലാണ്, ഞാൻ അവിടെ കഴിയുകയാണ്. 600 വർഷമായി ഞാനിങ്ങനെ ഇബാദത്ത് എടുക്കുന്നു. ഈസാ നബിക്ക് ഭയങ്കര അത്ഭുതമായി. ഈസാ നബി അപ്പോൾ ചോദിച്ചു, പടച്ചോനെ, ഇയാൾ ഭയങ്കര ഭാഗ്യവാനാണ്, ഇയാളേക്കാൾ
കൂടുതൽ ഭാഗ്യവാൻ ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഒന്ന് ചോദിച്ചു. ആ സമയത്താണ് അല്ലാഹു തആല പറയുന്നത്, ഉണ്ട്, ഒരാളുണ്ട്. അതാരാണെന്നറിയോ? ഇനി വരാൻ പോകുന്ന പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്, സമുദായത്തിന് ഞാൻ റജബ് മാസം എന്ന പുണ്യമായൊരു മാസം കൊടുക്കും. ആ റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിക്കുന്ന ആൾക്ക് ഈ 600 വർഷം ഇബാദത്ത് ചെയ്ത ആളേക്കാൾ കൂടുതൽ പ്രതിഫലം ഞാൻ കൊടുക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റജബ് മാസം, ഈ റജബ് മാസത്തിൽ ഒരു നോമ്പിന് 600 വർഷത്തിലധികം പ്രതിഫലം, ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പലരും ചോദിച്ചു, ഉസ്താദെ വ്യാഴാഴ്ച, നാളെ വ്യാഴാഴ്ചയാണല്ലോ, അപ്പം നാളെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഖളാ വീട്ടാമോന്ന്? റജബ് മാസത്തിലെ നോമ്പൊന്നും പിന്നെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, നിർബന്ധമായ നോമ്പൊന്നുമല്ല. ഖളാ വീട്ടേണ്ട ആവശ്യമൊന്നും. ഇപ്പോൾ ഒരാൾ നിയ്യത്താക്കി, ഞാൻ റജബ് മാസത്തിൽ നിന്നും 3 നോമ്പ് പിടിക്കാൻ നിയ്യത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നേർച്ചയാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ വ്യാഴാഴ്ച, നാളത്തെ നോമ്പ് പിടിക്കാൻ ഞാൻ നിയ്യത്താക്കി, കരുതി, അല്ലെങ്കിൽ ഞാൻ നേർച്ചയാക്കി. അങ്ങനെ അയാൾ ഒരു നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് പിന്നെ നിർബന്ധമായി. അല്ല, ഒരു നോമ്പ് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി. പക്ഷെ നാളെ അയാൾക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നാളത്തെ നോമ്പ് മറ്റൊരു ദിവസം ഖളാ വീട്ടണം. അപ്പോൾ ഈ സാധാരണയായി റജബ് മാസത്തിൽ നമ്മൾ പിടിക്കുന്ന സുന്നത്തായ നോമ്പ് അത് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് മടക്കി നോമ്പൊക്കെ പിടിക്കാവുന്നതാണ്. പക്ഷെ അത് പിടിച്ചില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു വന്നത്, നാളെ വ്യാഴാഴ്ച ദിവസമാണ്. നാളെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ ചാനലൊക്കെ കാണുന്ന പറ്റുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും നോമ്പുണ്ടായാൽ വളരെ റാഹത്തായിരിക്കും, സന്തോഷമായിരിക്കും, അള്ളാഹ്ക്ക് സന്തോഷമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നാളെ വ്യാഴാഴ്ച, നാളത്തെ ദിവസം പറ്റുമെങ്കിൽ, ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നാളെ വ്യാഴാഴ്ച, നാളെ നമുക്ക് 3 നെയ്യത്ത് വെക്കാം. ഇന്ന് രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ നോമ്പിൻ്റെ നെയ്യത്ത് വെക്കുക. ഒന്നാമത്തേത്, റജബ് മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതാണ് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത്, വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ നിയ്യത്ത്. മൂന്നാമത്തെ നിയ്യത്ത്, കഴിഞ്ഞുപോയ റമദാനുകളിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പിന് നമുക്ക് വെക്കാൻ പറ്റും. അത് ഇന്ന് രാത്രി തന്നെ വെച്ചാൽ വളരെ റാഹത്താണ്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ റജബ് മാസത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട ഒന്നാമത്തെ കാര്യമാണ് നോമ്പ്. രണ്ടാമത്തെ കാര്യം, രോഗിയെ സന്ദർശിക്കുക. ഇത് പലരും മറന്നു പോകുന്ന ഒരു വലിയ സുന്നത്താണ്, രോഗസന്ദർശനം, ഇയാളത്തുൽ മരീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ദുആഉൽ മരീദി കദുആഉൽ മലായിക എന്നാണ്. അതായത് ഒരു രോഗിയായ മനുഷ്യൻ്റെ ദുആ അത് മലക്കുകളുടെ ദുആ പോലെയാണെന്നാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അയൽവാസികളിലോ നമ്മുടെ കുടുംബക്കാരിലോ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ, അതൊരു ചെറിയ തലവേദനയാവട്ടെ, അതായത് ഓപ്പറേഷൻ ചെയ്ത് വെന്റിലേറ്ററിൽ കിടന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന ആൾ, അയാൾ മാത്രമല്ല രോഗി, പ്രഷറുള്ള ആൾ രോഗിയാണ്, ഷുഗറുള്ള ആൾ രോഗിയാണ്, യൂറിക് ആസിഡ്, തൈറോയിഡ്, അതൊക്കെയുള്ള ആളുകളൊക്കെ രോഗിയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അവരൊന്ന് കാണാൻ പോവുക. അത് സുന്നത്താണോ? ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നത് വരെ റഹ്മത്തിൻ്റെ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി ഇങ്ങനെ പാപമോചനം തേടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പുണ്യമാണ് രോഗ സന്ദർശനം. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, പരിചയമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പോയി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക? രോഗിയെ സന്ദർശിക്കുക. അവിടെ ചെന്നിട്ട് കുറേ നേരം ഇരുന്ന് അങ്ങനെ വർത്താനം പറയണമെന്നല്ല, അവിടെ ചെന്നിരുന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ രോഗിയുടെ തലയുടെ ഭാഗത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, എന്തെങ്കിലും അയാൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് അയാളുടെ അടുക്കൽ ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ മാറിക്കോളും. ഇതിനും വലിയ അസുഖം വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മാറി, അൽഹംദുലില്ലാഹ് റാഹത്തായി നടക്കുന്നില്ലേ? ഒക്കെ ചെറിയ അസുഖമാണമ്മ, അയാളെ ആശ്വസിപ്പിക്കണം, വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. പിന്നെയോ, രോഗിയുടെ അടുക്കൽ ഒരുപാട് സമയം ഇരുന്ന് അയാൾ ഇടങ്ങേറാക്കരുത്. എന്നാൽ നിങ്ങളിപ്പോൾ എന്ന് രോഗി പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഒരല്പസമയം മാത്രം അവിടെ ഇരിക്കുക. നമ്മൾ ചെല്ലുന്നത് കൊണ്ട് രോഗിക്ക് ഒരു സന്തോഷമാണെങ്കിൽ അവിടെ കുറേ നേരം ഇരിക്കാം. ഇപ്പോൾ ഈ വല്ലുപ്പമാരൊക്കെ രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും, ഓ ഇപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് എന്ന് പറയാറുണ്ട്. കാരണം ഈ മക്കളെയൊക്കെ കാണുമ്പോൾ സന്തോഷം, അവരുടെ അടുക്കൽ നമുക്ക് കുറേ നേരം ഇരിക്കാം. അതല്ലാതെ മറ്റുള്ള രോഗിയുടെ അടുക്കൽ പോകുമ്പോൾ ഒരുപാട് സമയം അവിടെ ഇരിക്കരുത്. ഒരുപാട് മര്യാദകളുണ്ട് രോഗസന്ദർശനത്തിന്. അപ്പോൾ രോഗസന്ദർശനം വളരെ സുന്നത്താണ്. അവിടെ പോയിട്ട് ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ആ രോഗിയെ കൊണ്ട് നമുക്കും നമ്മൾ ദ്വാരപ്പിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ ദ്വാരപ്പിക്കണം. രോഗിയെ കൊണ്ട് നിങ്ങൾ ദ്വാരക്കണമെന്ന് പറയണം.
കാരണം രോഗിയുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നോമ്പ്, രണ്ടാമത്തെ കാര്യം രോഗസന്ദർശനം, മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നാവിനെ സൂക്ഷിക്കുക. ഈ റജബ് മാസത്തിൽ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം എന്ത്? നാവിനെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കുറ്റം, കുറവ്, പരദൂഷണം, ഏഷണി, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒന്നും പറയാതിരിക്കുക. അതുപോലെ തന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് സ്വതക്ക കൊടുക്കുക. പറ്റുന്നത് പോലെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ 100, 10, 20 ഒക്കെ എത്രയാണോ പറ്റുന്നത് അതങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. ഇപ്പോൾ രോഗിയായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകളൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അവരുടെ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് എന്താണോ പറ്റുന്നത് അത് അയച്ചു കൊടുക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, സ്വതക്ക കൊടുക്കുക. അതെന്താണ്? ഈ പുണ്യമായ ഈ ഒരു റജബ് മാസത്തിൽ ചെയ്താൽ സ്വർഗത്തിൽ നമുക്ക് സ്വഹാബാക്കളോടൊപ്പം ഒരുമിച്ച് ചേരാം. കാരണം സ്വഹാബിമാരൊക്കെ ഈ 4 കാര്യം ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നോമ്പ് പിടിക്കുമായിരുന്നു, അതുപോലെ സ്വതക്ക കൊടുക്കുമായിരുന്നു, രോഗിയെ സന്ദർശിക്കുമായിരുന്നു, നാവിനെ സൂക്ഷിക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച്, ബാക്കിയുള്ള എല്ലാ സ്വഹാബിമാരും എങ്ങനെയാണ്? അപ്പോൾ സ്വഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഈ 4 കാര്യം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുള്ള ദുആ നമ്മൾ ആദ്യം പഠിച്ചല്ലോ, ആ കാര്യം മറന്നു പോകണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക, മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേൾക്കട്ടെ, അവരും പഠിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മൾ വീഡിയോകൾ കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ വലിയ സന്തോഷം പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് നടത്താറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറയുന്നു, എന്തൊക്കെ ആരൊക്കെ പ്രയാസങ്ങൾ കഴിയുന്നുണ്ടോ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ പടച്ചവൻ മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.